ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസ്സി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് ഇതൊരു ബൗള് കഴിച്ചാൽ നമുക്ക് ചോറിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാൻ സാധ്യം. കൂടാതെ ഡിന്നറായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കടല കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി കളഞ്ഞ് കടല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതാണ് ഒരു അര കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചേർക്കുന്ന സാലഡ് കുക്കുംബർ, ഇതും നന്നായി കഴുകി കനം കുറച്ചരിഞ്ഞത് അര കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് അര കപ്പ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു വലിയൊരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഒരു അര കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ സവാളയും കൂടെ എടുക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. കനം കുറച്ച് വളരെ കനം കുറച്ച് നേരിയതായിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ളത് അതൊരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സാലഡിന് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയതിൻ്റെ വെള്ളം മാത്രമേ എടുത്തുള്ളൂ, മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 3 വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനാണ് വെളുത്തുള്ളി അരിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇനി ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂൺ നിങ്ങൾക്ക് എരിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി കുറഞ്ഞ തൈരാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു അര കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ വെജിറ്റബിൾസിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോ ഒരു 1/4 ടീസ്പൂണോ കുരുമുളക് പൊടി നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചിലർ ഇതിൻ്റെ കൂടെ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നോക്കാം. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതുപോലെ ചെയ്യാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ ടേസ്റ്റിയാണ് ഇത്. നിങ്ങളൊരു ബൗള് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല പോലെ വയറ് നിറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈറ്റ് റൈസ് ചോറിൻ്റെ അളവ് നമുക്ക് നന്നായിട്ടിത് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണിത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കാമെന്ന് പറയുന്നത്. മാത്രമല്ല ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളവർക്കും ഇത് ഉച്ചയൂണിന് മുമ്പായിട്ട് ഇത് കുറച്ച് കഴിച്ചാൽ നമ്മൾ ചോറ് പിന്നെ വളരെ കുറച്ച് കഴിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സാലഡെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.